ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാ ഗീതികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്നായിരിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ആൻഡേഴ്സൺ ചേട്ടനാണ്. ചേട്ടനോടൊപ്പം നമ്മുടെ സ്വർഗീയ ഗായകരെയും ആരാധനാ ഗീതികളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡേഴ്സൺ ചേട്ടാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാഴ്ചയർപ്പണത്തിൻ്റെ മനോഹരമായൊരു ഗാനം പാടുകയും നമ്മളത് പഠിക്കുകയും ചെയ്തു. മൽക്കി സദേക്കിൻ്റെ എന്ന് പറയുന്ന ഗാനമല്ല, നമ്മുടെ രാകേഷ് ചേട്ടനാണത് ലീഡ് ചെയ്ത് പാടിയത്. വളരെ മനോഹരമായിട്ട് രാകേഷ് ചേട്ടനത് പാടി, ഒപ്പം നമ്മുടെ ഗായകരും ആ പാട്ട് കൂടുതൽ മനോഹരമാക്കാനായി സഹായിച്ചു. അപ്പോൾ ഈ നിമിഷം എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാകേഷ് ചേട്ടൻ എന്നോടൊപ്പം തന്നെ ഞങ്ങൾ ഒരേ കൊയർ ഗ്രൂപ്പിൽ പാടുന്നവരാണ്. അപ്പോൾ രാകേഷ് ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, വളരെ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ രാകേഷ് ചേട്ടൻ ആ പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ പാടി. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഏത് പാട്ടാണ് ആൻഡേഴ്സൺ ചേട്ടൻ നമ്മൾ ഇന്ന് പാടാനായിട്ട് പോകുന്നത്? അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എൻ്റെ ദൈവം, പാപമോചകൻ. ഇതാണ് വരികൾ. അതെ. അപ്പോൾ നമ്മൾ ഈ പാട്ട് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? അതെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവം നൽകിയിരിക്കുന്ന അത്ഭുതങ്ങളായ ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന, അതെ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു, അതെ, അതിനാണ് ഫസ്റ്റ് ലൈനും, അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. അതെ, നമുക്ക് പാട്ട് പഠിക്കാം അല്ലേ? ഞാൻ എൻ്റെ പല്ലവി പാടാം, നിങ്ങളത് കേൾക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എൻ്റെ ദൈവം, പാപമോചകൻ. ഇതാണ് പല്ലവി. വളരെ ചെറിയ കാര്യങ്ങളാണ്. ഒന്നുകൂടെ പാടാം. അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. വളരെ സിമ്പിളായൊരു ടൂണ്. അത് പാടാം. അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. ഒന്നുകൂടെ പാടാം. അസാധ്യങ്ങളെ സാധ്യമാക്കും സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. സാധ്യമാക്കും, അതിനോട്ട് ചെയ്യുക. ഒന്നുകൂടെ. അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എൻ്റെ ദൈവം, പാപമോചകൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എൻ്റെ ദൈവം, പാപമോചകൻ. ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എൻ്റെ ദൈവം, പാപമോചകൻ. ഇനി അത് കഴിയുമ്പോൾ അതിനൊരു 2 ലൈൻ കോറസ് ഭാഗമുണ്ട്, ഇച്ചിരി ഹൈ ആണ്. യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. പാടാം. ഒന്നും കൂടി ഒന്ന് എടുക്കാമോ അലയൻസ്? യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. ആ ഭാഗം വരുമ്പോൾ നിങ്ങൾ ഫീമെയിൽ വേറെ ഒരു പാർട്ട് പാടണം. യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എൻ്റെ കൂടെയുണ്ട്. പാടാം.
യേശു സർവശക്തൻ, അവനിന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനിന്നും എന്റെ കൂടെയുണ്ട്. മെയിൽ വോയിസ് അങ്ങനെ പാടുമ്പോൾ നിങ്ങൾ ഈ പാർട്ട് ആ ഭാഗം വരും, ആ കോറസിൻ്റെ ഭാഗം വരുമ്പോൾ അത് പാടണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ പല്ലവി ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം. 1 2 3 4. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം, പാപമോചകൻ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം, പാപമോചകൻ. യേശു സർവശക്തൻ, അവനിന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. പഠിച്ചത് വളരെ എളുപ്പം പാടാവുന്ന ഒരു പാട്ടാണ്. അല്പം ആ ടോപ്പ് ഇത് ഉണ്ട്, ആ കോറസിൻ്റെ ഭാഗം വരുമ്പോൾ അല്പം ഹൈ ആണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് പഠിക്കാവുന്നൊരു പാട്ട്. ചേട്ടാ, ഈ പാട്ടിൻ്റെ ഫസ്റ്റത്തെ 2 വരി, അസാധ്യങ്ങളെ സാധ്യമാക്കും എൻ്റെ ദൈവം, ആ വരി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം എൻ്റെ ജനന സമയത്ത് നടന്നൊരു സംഭവമാണ്. അതെൻ്റെ അമ്മയും എനിക്കെപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഞാൻ ജനിച്ച 2-3 ദിവസം എനിക്കൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3-ാം ദിവസം തൊട്ട് ഞാൻ ഭയങ്കര കരച്ചിലാണ്, നിർത്താണ്ട് എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവിടെ എന്നെ ശുശ്രൂഷിച്ച നേഴ്സുമാർക്കും ഡോക്ടർമാർക്കൊന്നും അതിൻ്റെ അസുഖം എന്താണെന്നോ കാരണം എന്താണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും അപ്പച്ചനും എല്ലാവരും, എൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് എന്നെ എടുത്തുകൊണ്ട് വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ആ ഡോക്ടർ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അസുഖം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. എനിക്ക് ഷുഗർ ഭയങ്കര കുറവായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പം ആർക്കും അസാധ്യമായിരിക്കും, എൻ്റെ തിരിച്ചുവരവ് അസാധ്യമായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു എല്ലാവരും. അപ്പം ആ അസാധ്യമായ കാര്യം സാധ്യമാക്കി തന്ന ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതെ, പ്രാർത്ഥനയുടെ ഒരു ശക്തിയാണല്ലേ ചേട്ടാ അത്. അതെ, ആ വരികളിൽ അത് തന്നെയാണ്, ആ മുഴുവൻ അത് തന്നെയാണ്. അന്ധന് കാഴ്ച പകർന്നു കൊടുത്തതും അതെ, അത്ഭുതങ്ങളുടെ ഒരു കാര്യമാണ് പറയുന്നത്. വിശുദ്ധ ബൈബിളിലൊക്കെ മോൻ്റെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തു തന്നു മോനിലൂടെ. നമുക്ക് വിശുദ്ധ ബൈബിളിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളൊക്കെ ഉണ്ട്. മനുഷ്യരാൽ അത് ഒരിക്കലും സാധ്യമാകില്ല. പക്ഷെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു, കുരുടന് കാഴ്ച കൊടുത്ത യേശു, മോൻ്റെ ജീവിതത്തിലൂടെ, മോൻ്റെ ജനനത്തിലൂടെ തന്നെ അത്ഭുതത്തിൻ്റെ ഒരു തിരി കുടുംബത്തിൽ ലഭിച്ചു. അതെ, നമുക്ക് ദൈവത്തിന് ഈ ഗാനത്തിലൂടെ നന്ദി പറയാം. നമുക്ക് അടുത്ത ലൈനിലേക്ക് പോവാം. എൻ നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എൻ്റെ ദൈവം, എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവം. എൻ നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എൻ്റെ ദൈവം, എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവം. വാത്സല്യത്തോടെന്നെ തഴുകുന്നവൻ എൻ്റെ ദൈവം, അവൻ എൻ്റെ ദൈവം. ഇതാണ് ചരണം. ചേട്ടാ, എല്ലാം മറന്നെ അതൊന്നുകൂടി ഒന്ന് പാടാവോ? എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവം. ഒന്നുകൂടെ പാടാം. എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവം, എൻ നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എൻ്റെ ദൈവം. പാടാം. നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എൻ്റെ ദൈവം, എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എൻ നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എൻ്റെ ദൈവം,
വാത്സല്യത്തോടെന്നെ തഴുകുന്നവൻ എൻ്റെ ദൈവം, അവൻ എൻ്റെ ദൈവം. വാത്സല്യത്തോടെന്നെ തഴുകുന്നവൻ എന്റെ ദൈവം, അവൻ എന്റെ ദൈവം. പിന്നെ നമ്മുടെ കോറസ്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ലിസി സന്തോഷ് എന്ന് പറയുന്ന ഒരു UK-യിലുള്ള ഒരു ലേഡിയാണ്. ഒരു കുടുംബപരമായിട്ട് എല്ലാവരും പാട്ട് എഴുതുകയും പാടുകയും ചെയ്യുന്നവരാണ്. ഇത് അമേരിക്കയിലാണ് ഇതിൻ്റെ ഒരു CD ഇറങ്ങുന്നത്. ഒരു 12ഓളം ഗാനങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ പലരാണ് ഇതിൻ്റെ സംഗീതവും ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഗാനം ഞാനാണ് അതും സംഗീതം ചെയ്തത്, ഓർക്കസ്ട്രേഷൻ ചെയ്തതൊക്കെ. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ തന്നെ ഈ ഗാനങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൺവെൻഷനൊക്കെ അവിടുത്തെ കൺവെൻഷനൊക്കെ വളരെ ഇതായിട്ട് പാടിയിരുന്നൊരു ഗാനമാണ്. വളരെ കുറച്ച് നാളുകളായി. അപ്പോൾ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുള്ളൊരു ഗാനം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം മോൻ പറഞ്ഞു അത്ഭുതങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഗാനം വീണ്ടും അടുത്ത ലൈനിലൊന്ന് പെട്ടെന്നൊന്ന് പാടാം. നമുക്ക് ചേർന്ന് പാടാം. എൻ പാപഭാരങ്ങളേറ്റെടുത്തവൻ എൻ്റെ ദൈവം, എല്ലാം പൊറുക്കുന്ന സ്നേഹപിതാവാണ് എന്റെ ദൈവം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എൻ പാപഭാരങ്ങൾ ഏറ്റെടുത്തവൻ എന്റെ ദൈവം, എല്ലാം പൊറുക്കുന്ന സ്നേഹപിതാവാണ് എന്റെ ദൈവം. കാരുണ്യത്തോടെന്നെ പുണരുന്നവൻ എൻ്റെ ദൈവം, അവൻ എൻ്റെ ദൈവം. ഇനി അവിടെ കോറസ് അല്ല, പല്ലവി പാടണം. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം, പാപമോചകൻ. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. എവിടെയെങ്കിലും സംശയമുണ്ടോ? എല്ലാം ക്ലിയറായോ? നമ്മൾ ഈ ഒരു പാട്ടിൽ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ചേട്ടാ, അതായത് അവൻ എൻ്റെ ദൈവമാണ്, എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവമാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു ഗാനം കൂടിയാണിത്. അപ്പോൾ നമ്മൾ പാട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോഴത്തെയും എപ്പിസോഡിൽ പോലെ നമ്മൾ ഒരുമിച്ച് ഇതെങ്ങനെയാണ് ചേട്ടാ ഈ പാട്ട് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത്? ഈ പാട്ട് നമുക്ക് എല്ലാവരും കൂടെ അങ്ങ് അടിച്ചു വിളിച്ച് പാടാം അല്ലേ. മെയിൽ ഫീമെയിൽ ആ ഒരു ഇതിൽ ആദ്യം നിങ്ങൾ പാടുന്നു, അതിൻ്റെ റിപ്പീറ്റ് ഫീമെയിൽ പാടുന്നു. നമുക്ക് ആ രീതിയിൽ അങ്ങ് പാടാം. അതെ, അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയ്ക്കുള്ള പാർട്ട് നിങ്ങളും വേറെ പാടണം കേട്ടോ. ഓക്കെ, അതെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം അല്ലേ. ഓക്കെ. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം, പാപമോചകൻ. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം, പാപമോചകൻ. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ,
അവനെന്നും എന്റെ കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം പാപമോചകൻ. നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എന്റെ ദൈവം. എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ദൈവം. നിത്യരക്ഷയ്ക്കായി മരിച്ചുയർത്തവൻ എന്റെ ദൈവം. എല്ലാം മറന്നെന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ദൈവം. മാത്സര്യത്തോടെന്നെ കഴുകുന്നവൻ എന്റെ ദൈവം. അവൻ എന്റെ ദൈവം. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം പാപമോചകൻ. എൻ പാപഭാരങ്ങളെ ഏറ്റെടുത്തവൻ എന്റെ ദൈവം. എല്ലാം പൊറുക്കുന്ന സ്നേഹപിതാവാണ് എന്റെ ദൈവം. എൻ പാപഭാരങ്ങളെ ഏറ്റെടുത്തവൻ എന്റെ ദൈവം. എല്ലാം പൊറുക്കുന്ന സ്നേഹപിതാവാണ് എന്റെ ദൈവം. കാരുണ്യത്തോടെന്നെ പുണരുന്നവൻ എന്റെ ദൈവം. അവൻ എന്റെ ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം. അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം പാപമോചകൻ. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം പാപമോചകൻ. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടാ, നമുക്ക് വാക്കുകളാൽ പറയാൻ കഴിയില്ല ഈ പാട്ട് കേട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാട്ടുകാരുടെ ഒരു പ്രത്യേകതയായിരിക്കാം ചിലപ്പോൾ ഇതിനു മുമ്പ് വന്ന പാട്ടുകാരുമൊക്കെ എല്ലാവരും ഒന്നിനൊന്ന് അത്രയും മെച്ചമായ രീതിയിൽ പാടുന്നതല്ലേ. നല്ല നല്ല രീതിയിൽ പാട്ടുകൾ പാടി നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് വീണ്ടും കേൾക്കണമെന്നൊരാഗ്രഹം തോന്നിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് നമ്മളെല്ലാവരും ചേർന്ന് ഈ പാട്ട് പാടി. അപ്പോൾ ഇതൊരു കൺവെൻഷൻ മോഡിലല്ലേ. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് നമ്മൾ ഇതൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള അനുഭവമല്ല ഇത്. ഇവിടെ അവതരിപ്പിക്കുമ്പോൾ വേറൊരു മൂഡാണ്, ഒരു പ്രത്യേക ഒരു അഭിഷേകം ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് പാട്ട് പാടുമ്പോഴും അങ്ങനെ തോന്നും.
അപ്പോൾ ഈ പാട്ടിൽ നമ്മൾ പാടിയതുപോലെ തന്നെ എല്ലാവരും അതേ രീതിയിൽ ചിന്തിക്കട്ടെ. അതായത് എൻ്റെ സർവശക്തനായ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നും നമ്മൾ എത്രയൊക്കെ പാപം ചെയ്താലും ഒരിക്കലും നമ്മളെ കൈവിടാതെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്നും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന രീതിയിൽ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു തന്നെ ജീവിക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നല്ല മനോഹരമായൊരു പാട്ട് നമ്മെ പഠിപ്പിച്ച ആൻഡേഴ്സൺ ചേട്ടനും ഒപ്പം വളരെ മനോഹരമായിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ ആലപിച്ച നമ്മുടെ സ്വർഗീയ ഗായകരെയും നന്ദിയോടെ കൂടി ഓർക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഗാനവുമായി വീണ്ടും കാണുന്നത് വരെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാരൂപിയിലായിരിക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ദൈവം, വാത്സല്യത്തോടെന്നെ കഴുകുന്നവൻ എന്റെ ദൈവം, അവൻ എന്റെ ദൈവം. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. യേശു സർവശക്തൻ, അവനെന്നും എന്റെ കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കും എന്റെ ദൈവം, അവൻ സർവശക്തൻ. അന്ധനു കാഴ്ച പകർന്നു കൊടുത്തവൻ എന്റെ ദൈവം, പാപമോചകൻ.